Very good morning, good afternoon and good evening for all those who are watching this video. This is Sunil Shivkumar from Educate to Trade. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ള, അതായത് എങ്ങനെയാണ് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു ലോ ക്യാപിറ്റലുള്ള ഒരാൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, ഒരു 50,000 ക്യാപിറ്റലുള്ള ഒരാൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 25 lakh വരെ ഏൺ ചെയ്യാൻ വിത്തിൻ 6 months ഡ്യൂറേഷൻ പീരീഡ് ഓഫ് ടൈമിൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചോദ്യങ്ങളെല്ലാം 1 by 1 ആൻസർ ചെയ്യുകയും, അതുപോലെ ഇതൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ആ ലോങ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് അതിന്റെ പ്രോസസ്സ് എന്താണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുക, എന്തൊക്കെ എഫേർട്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. എല്ലാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെയും ടൈം ആൻഡ് എഫേർട്ട് ആൻഡ് ദ സ്കിൽ ഹാസ് ടു ബി ഇംപ്ലിമെന്റഡ്. ആ സ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ടൈം ആൻഡ് എഫേർട്ട് ഇടുന്നത് എങ്ങനെയാണ്, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഏതൊരു ബിസിനസ് പോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലും ഇൻവെസ്റ്റേഴ്സ് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഷോക്കേസ് ആർ എലിജിബിലിറ്റി ടു ദ ബിസിനസ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ എലിജിബിലിറ്റി എങ്ങനെയാണ്? Yes, you heard it right. You are going to trade in the market. Forex മാർക്കറ്റിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. മൺഡേ ടു ഫ്രൈഡേ അവൈലബിൾ ആയിട്ടുള്ള റൗണ്ട് ദ ക്ലോക്ക് അവൈലബിലിറ്റി ഉള്ള ഏതൊരു ഇൻഡെക്സിലും അല്ലെങ്കിൽ സ്റ്റോക്സിലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. നമ്പർ 1. നമ്പർ 2, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ അസസ് ചെയ്യുകയും ആ അസസ്മെന്റ് 1 month ഇവാലുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുകയും ആ 1 month ഇവാലുവേഷൻ നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിന്റെ മുമ്പിൽ പ്രൊജക്ട് ചെയ്യിക്കാനും നിങ്ങളുടെ സ്കില്ല് പ്രൊജക്ട് ചെയ്തതിന് ശേഷം ആ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് തിങ്, യു ആർ ഗോയിങ് ടു ട്രേഡ് എ 100K ഇവാലുവേഷൻ അക്കൗണ്ട്. 100K USDയുടെ ഇവാലുവേഷൻ അക്കൗണ്ട് ആയിരിക്കും നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഈ 100Kയുടെ ഇവാലുവേഷൻ അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് what we have to focus, you don't have to hit a 10,000, 20,000, 30,000 USD targets. You have to just focus on your consistency. ട്രേഡിംഗ് എന്നുള്ള ബിസിനസ്സിൽ കൺസിസ്റ്റൻസി എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുക? നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇഫ് യു ടേക്ക് 100 ട്രേഡ്സ്, ഈ 100 ട്രേഡ്സിൽ 70 ട്രേഡ് നഷ്ടപ്പെടുകയാണെങ്കിൽ പോലും ബാലൻസ് വരുന്ന ഒരു 30 ട്രേഡ് പ്രോഫിറ്റബിൾ ആവുകയാണെങ്കിൽ, if you are keeping the risk management 1:3 risk reward ratio, say for example നിങ്ങൾ 1 രൂപയാണ് ഒരു ട്രേഡിൽ നഷ്ടപ്പെടുത്തുന്നത്, 3 രൂപയാണ് ഒരു ട്രേഡിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 70 ട്രേഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും 70 രൂപയാണ് അവിടെ നഷ്ടം വരിക. പക്ഷേ 30 ട്രേഡ് പ്രോഫിറ്റബിൾ ആയാലോ നിങ്ങൾക്ക് 90 രൂപയാണ് ലാഭം വരുന്നുണ്ടാവും, വിച്ച് ഇസ് 20 points ഗ്രോത്ത് ഓൺ യുവർ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒരു ലോജിക്ക് തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലും അല്ലെങ്കിൽ ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഫണ്ടമെന്റലി യൂസ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ലോജിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? നിങ്ങളൊരു ലോട്ട് സൈസ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് ആണ് ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഫോക്കസ് ചെയ്ത് 100 ട്രേഡ്സ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് സ്കില്ല് നിങ്ങൾക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സ്കില്ലിന് അറിയാനായിട്ട് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് മോഡ്യൂൾ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ലേണിംഗ് മോഡ്യൂൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും എങ്ങനെയാണ് ദ ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഇംബാലൻസും. മാർക്കറ്റിൽ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നുണ്ടാവുക. ഒന്ന്, മാർക്കറ്റ് ഈസ് സീക്കിംഗ് ദ ലിക്വിഡിറ്റി. 2, മാർക്കറ്റ് ഈസ് കമ്മിങ് ബാക്ക് ടു ദ ഇംബാലൻസ് ഏരിയ. അപ്പൊ ഈ ഇംബാലൻസ് ഏരിയയും അതുപോലെ തന്നെ ലിക്വിഡിറ്റിയും എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ള കംപ്ലീറ്റ് വീഡിയോ ഒരു 21 day ട്രേഡിംഗ് ഹാബിറ്റ് കോഴ്സ് എന്നുള്ള രീതിയിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. വാച്ച് ദാറ്റ് വീഡിയോ ഫോർ ദ സ്കിൽ. ബാക്ക് ടു ദ പോയിന്റ്. നമുക്കപ്പോൾ മനസ്സിലായി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി എവ്രി വൺ ഡസൻറ്റ് ഫിറ്റ് ഇൻ 1 cup of tea, isn't it? അപ്പൊ നമുക്ക് ഏത് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും? നിങ്ങളുടെ സ്കിൽ ലെവൽ എവിടെയാണ്? നിങ്ങളൊരു ബിഗിനർ ആണോ, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ട്രേഡർ ആണോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡർ ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് VTCT ലെവൽ 5 ഡിപ്ലോമ കോഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിപ്ലോമ കോഴ്സ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക? ഓൺലൈനിൽ നാട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അതല്ല ഓഫ്ലൈനിൽ ബ്രോംലിയിൽ വന്ന് ഇവിടെ പഠിക്കാനും പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് പഠിക്കുന്നത് ഒരു 6 months ഡ്യൂറേഷൻ ഉള്ള ഒരു ടൈം പീരീഡ് ആണ് എടുക്കുന്നുണ്ടാവുക. ഈ 6 months ഡ്യൂറേഷനിൽ 6 weeks കംപ്ലീറ്റ് ആയിട്ടും തിയറിറ്റിക്കൽ ലേണിംഗ് ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊബേഷൻ പീരീഡ് ആണ്. നിങ്ങൾ ഈ 6 വീക്കിൽ
ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണ്, മാക്രോ എക്കണോമിക്സ് എന്താണ്, മൈക്രോ എക്കണോമിക്സ് എന്താണ്, പോർട്ട്ഫോളിയോസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, അല്ലെങ്കിൽ എക്കണോമിക്സിനെ അല്ലെങ്കിൽ ന്യൂസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു തിയറി അനാലിസിസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, ഒരു റിസർച്ച് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. ആഫ്റ്റർ ദ കോഴ്സ് യു ആർ ഗോയിങ് ടു വർക്ക് ആസ് എ റിസർച്ച് അനലിസ്റ്റ് പൊസിഷൻ. അപ്പോൾ ആ ഒരു പൊസിഷനിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ടെക്നിക്കൽ തൊട്ട് ഫണ്ടമെന്റൽ തൊട്ട് സൈക്കോളജി വരെയുള്ള എല്ലാ കാര്യങ്ങളും 6 വീക്സിന്റെ തിയറിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. പക്ഷേ നെക്സ്റ്റ് തിയറി കഴിഞ്ഞാലോ, പഠിച്ചു കഴിഞ്ഞു, നിങ്ങളൊരു ബിഗിനർ ആണ്, ഒന്നും അറിയില്ല, ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു, ആ പഠിച്ച കാര്യങ്ങൾ അടുത്ത 4 മാസമുള്ള പ്രൊബേഷൻ പീരീഡിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. ഈ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? സിമിലർ ടു ദിസ് 100K ഇവാലുവേഷൻ അക്കൗണ്ട്. ആ സമയത്ത് 100K ഇവാലുവേഷൻ അക്കൗണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് 5% ഡ്രോ ഡൗൺ എന്നുള്ളൊരു കാര്യം ഉണ്ടാവും. 5% ഡ്രോ ഡൗണിനകത്ത് തന്നെ നിങ്ങൾക്ക് 20% റിട്ടേൺസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാർഗറ്റ് വരുന്നത് ഫോർ ദ 4 months ഡ്യൂറേഷൻ. ഈ 4 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊബേഷൻ കഴിയുന്ന സമയത്ത് 3 yearsന്റെ വർക്ക് വിസ ആയിരിക്കും നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടുക. നിങ്ങളുടെ വർക്ക് വിസ എന്ന് പറയുമ്പോൾ നിങ്ങൾ വരുന്ന ഒരു റിസർച്ച് അനലിസ്റ്റ് എന്നുള്ളൊരു പൊസിഷനിലായിരിക്കും. ദിസ് ഇസ് ദ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ എന്താണെന്നുള്ളത് അറിയാനായിട്ട് ഡു ലെറ്റ് മീ നോ ആൻഡ് കോൾ മീ ഇൻ മൈ മൊബൈൽ നമ്പർ സോ ദാറ്റ് ഐ ഗിവ് യു ദ കംപ്ലീറ്റ് ഡീറ്റെയിൽ. രണ്ടാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങളൊരു ഇന്റർമീഡിയറ്റ് ട്രേഡർ ആണ്, ട്രേഡിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ 21 day ട്രേഡിംഗ് ഹാബിറ്റ് കോഴ്സ് നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ലിക്വിഡിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഇംബാലൻസ് എവിടെയാണ്, എൻട്രി പോയിന്റ്സ് എങ്ങനെയാണ്, എക്സിറ്റ് പോയിന്റ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷേ ഐ ഹാവ് ടു ഫോക്കസ് ഓൺ മൈ കൺസിസ്റ്റൻസി എന്നുള്ളതാണെങ്കിൽ ദിസ് ഇസ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ യു. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റിയിൽ 1 month ആണ് നിങ്ങളുടെ ഇവാലുവേഷൻ പീരീഡ് വരുന്നത്. അത് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ലെറ്റ്സ് സേ നിങ്ങൾക്കൊരു ഇവാലുവേഷൻ പീരീഡ് വരുന്നത് 100K അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ 100Kയുടെ അക്കൗണ്ടിന് വാട്ട് യു ഹാവ് ടു അച്ചീവ്, അല്ലെങ്കിൽ നിങ്ങളൊരു 6% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഓൺ എ മന്ത്ലി ഫോക്കസ് ചെയ്യുന്ന ഒരു ട്രേഡറാണ്. ഐ എം നോട്ട് കീപ്പിംഗ് ദ ബിഗർ ടാർഗറ്റ്സ്, ഐ എം കീപ്പിംഗ് മോഡറേറ്റ് ടാർഗറ്റ് ഓഫ് 6%. ആ 6% എങ്ങനെ ഡ്രോ ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ ഓരോ ട്രേഡിലേക്കും പൊസിഷൻ സൈസ് ചെയ്യാന്നുള്ളത് വി വിൽ ഡിസ്കസ് ഇൻ ദ കമ്മിങ് വീഡിയോ. But focus on here, the second month onwards, you are eligible to get the funded accounts. The funded account minimum start ചെയ്യുന്നത് 30K അതുപോലെ തന്നെ the maximum start ചെയ്യുന്നത് 375K സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. മിനിമം അലോക്കേഷൻസ് കിട്ടുകയാണെങ്കിൽ തന്നെ ആ ഒരു കോൺട്രാക്ട് നിങ്ങൾക്ക് 3 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് വലിയൊരു അഡ്വാൻറ്റേജ്. ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഫണ്ടഡ് അക്കൗണ്ടിൽ ജോയിൻ ചെയ്ത് അതിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ടൈറ്റൻ ചെയ്തിട്ടുള്ള റൂൾസ് അല്ല കീപ്പ് ചെയ്യുന്നത്, മറിച്ച് നിങ്ങൾ ഒരു നല്ലൊരു ട്രേഡർ ആണെന്നുള്ളത് പ്രൂവ് ചെയ്തൊരു ട്രാക്ക് റെക്കോർഡാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാക്ക് റെക്കോർഡ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? നിങ്ങൾക്ക് ഒരു ഡ്രോ ഡൗൺസും അവിടെ ഉണ്ടാവില്ല, ഒരു ടാർഗറ്റും ഉണ്ടാവില്ല. യു ക്യാൻ ട്രേഡ് ആസ് യുവർ ഓൺ. നിങ്ങളൊരു ഇൻട്രാഡേ സ്കാൾപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കാൾപ്പ് ചെയ്യാം, നിങ്ങളൊരു മൊമെന്റം ട്രേഡർ ആണെങ്കിൽ മൊമെന്റം ട്രേഡ് ചെയ്യാം, അതല്ല ഒരു പൊസിഷണൽ ട്രേഡർ ആണെങ്കിൽ പൊസിഷണൽ ട്രേഡ് ചെയ്യാം. വിത്തിൻ ദാറ്റ് 1 month നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണോ, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണോ അത് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ 1 month പീരീഡ് ഓഫ് ടൈമിൽ ലെറ്റ്സ് അസ്യൂം യു ആർ ഹിറ്റിംഗ് എ 6% ടാർഗറ്റ് ആൻഡ് യു ആർ എലിജിബിൾ ഫോർ ദ നെക്സ്റ്റ് മന്ത്. ഓഗസ്റ്റിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 30K each, the basic eligibility കിട്ടുകയാണെങ്കിൽ പോലും you will be funded with 30K. Let's assume in total 90Kയുടെ ഒരു ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഫസ്റ്റ് കോൺട്രാക്റ്റിൽ കിട്ടുന്നത്. നെക്സ്റ്റ് മന്ത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ലെറ്റ്സ് അസ്യൂം ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ യു ആർ ട്രേഡിംഗ് കൺസിസ്റ്റന്റ്ലി. The next allocation, let's assume 50K each ആണ് വരുന്നത്. That remains 50K for 3 months. The further months, അപ്പോൾ 3rd month നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് another allocation 75. നിങ്ങൾ ഈ 3 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി യു ആർ എലിജിബിൾ ടു ഗെറ്റ് എ ഫണ്ടിങ് അറൌണ്ട് 4,65,000 USD. നിങ്ങളുടെ പെർസെൻറ്റേജ് സെയിം തന്നെയാണ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്, ബട്ട് ദ പ്രോഫിറ്റ് നിങ്ങൾ എടുക്കുന്നത് ഓരോ മന്തിലും ഈ 90Kയുടെയും 150Kയുടെയും 225Kയുടെയും ടോട്ടലുള്ള അക്കൗണ്ടിലായിരിക്കും. സോ ദാറ്റ് 5,400, 9,000, 13,500. ഇഫ് യു ടേക്ക് ദറ്റ് കമ്മീഷൻ ലെറ്റ്സ് സേ 15% ആണ്, വിച്ച് ഇസ് ദ ഗ്ലോബൽ ബെഞ്ച്മാർക്ക് ഫോർ എനി കൈൻഡ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജേഴ്സ്. ആ പോർട്ട്ഫോളിയോ മാനേജേഴ്സിന് കിട്ടുന്ന 15% കമ്മീഷൻ, വിച്ച് ഇസ് ഓൾമോസ്റ്റ് അറൌണ്ട് 4,185 USD
INR-ലേക്ക് ബേസിക് കൺവേർഷൻ 83 വെച്ച് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും 3,47,000 ഏൺ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ 3,47,000 ഏൺ ചെയ്യാൻ നിങ്ങളുടെ ടൈം എഫേർട്ട് ഇടുന്നുണ്ട്. എന്ത് റിസോഴ്സാണ് നിങ്ങൾ മറ്റൊന്നുകൂടെ സ്പെൻഡ് ചെയ്യുന്നത്? യു ഹാവ് ടു സ്പെൻഡ് £120 ഓൺ യുവർ ഇൻവെസ്റ്റ്മെന്റ് ഓൺ എ മന്ത്ലി ബേസിസ്. എഡ്യൂക്കേറ്റർ ട്രേഡിന്റെ സബ്സ്ക്രിപ്ഷൻ ആണ്. ഒരു മെമ്പർ ആവുക, ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു മെമ്പർ ആവുക, ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന എല്ലാ എഡ്യൂക്കേഷണൽ കണ്ടന്റ്സും ആക്സസ് ചെയ്യുക, നിങ്ങളുടെ ഗ്രോത്ത് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഈ ഒരു മെമ്പർഷിപ്പിൽ വരുന്നത്. ഇഫ് യു ട്രേഡ് ദിസ് ഫോർ 12 consecutive months, then you are going to eligible for a work visa. നേരത്തെ നമ്മൾ VTCTയുടെ കോഴ്സ് ഒരു 6 മാസം നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ആ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങളൊരു വർക്കിലേക്ക് കയറുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഓൾറെഡി ഒരു ട്രേഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് 12 months ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ തന്നെ you are eligible to get the work visa. The third opportunity, which is you are in an advanced level. അഡ്വാൻസ്ഡ് ലെവലിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെമ്പർഷിപ്പ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ് $350 USD-യിലുള്ള ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നത് ഇറ്റ്സ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. അപ്പോൾ 1 month ഇവാലുവേഷൻ പീരീഡ് ആണ്. സിമിലർ ടു ദാറ്റ് ഈ 1 month ഇവാലുവേഷൻ പീരീഡിൽ നിങ്ങൾക്ക് വരുന്നത് 10% പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് യു ആർ എൻ അഡ്വാൻസ് ലെവൽ ട്രേഡർ. നിങ്ങൾക്കൊരു മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമില്ല, ബട്ട് യു നോ ഫോർ എ ഫാക്ട് ഐ ട്രേഡ് വെരി വെൽ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള അക്കൗണ്ടിൽ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ $350 USD നിങ്ങൾ ട്രേഡ് ചെയ്ത് 10% പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ടാർഗറ്റ് നമ്പർ 1. യു ഹാവ് എ ഡ്രോ ഡൗൺ ഓഫ് 5%. Each trade has to be kept in a maximum risk of 1.5%. ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്ത് 30 ദിവസം 30 ട്രേഡെങ്കിലും മിനിമം എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കൺസിസ്റ്റൻസി പ്രൂവ് ചെയ്യാനുള്ള മറ്റൊരു തേർഡ് ഓപ്പർച്യൂണിറ്റി. ഇഫ് യു ആർ ലുക്കിംഗ് ടു മൈഗ്രേറ്റ്, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത് 6 months നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് തിങ്, ഇഫ് യു ആർ ട്രേഡിംഗ് ഇനഫ് ഓർ ഇന്റർമീഡിയറ്റ് ലെവലിലാണെങ്കിൽ നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് ആണ് ട്രേഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കുക. ഇഫ് യു ആർ ഇൻ അഡ്വാൻസ് ലെവൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സ്വന്തം ക്യാപിറ്റൽ ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ട്രേഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് യുവർ അക്കൗണ്ട് വിൽ ബി ലിങ്ക്ഡ് ടു ആൻ ഇൻവെസ്റ്റർ ഹു ഹാസ് എ 100K പൊട്ടൻഷ്യൽ. അപ്പോൾ 100Kയുടെ ഒരു അക്കൗണ്ട് ആയിരിക്കും നെക്സ്റ്റ് മന്ത് മുതൽ നിങ്ങൾക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ഏൺ ചെയ്യുന്നത് എന്താണോ, ലെറ്റ്സ് സേ ഒരു 10% ആണ് നിങ്ങൾ ഏൺ ചെയ്യുന്നത്. യു ആർ മീറ്റിംഗ് ദ സെയിം ക്രൈറ്റീരിയ ഫോർ എവറി സിംഗിൾ മന്ത്. ലെറ്റ്സ് അസ്യൂം ഒരു 10K തന്നെയാണ് അല്ലെങ്കിൽ 10% തന്നെയാണ് നിങ്ങൾ ഏൺ ചെയ്യുന്നത് മന്ത് ഓൺ മന്ത്. ബട്ട് ദ സെയിം തിങ് അപ്ലൈസ് ഫോർ ദ 100K അക്കൗണ്ട്. നിങ്ങൾ ആ 100Kയിൽ ഏൺ ചെയ്യുന്ന 10%-നും 30% യു വിൽ ഏൺ ദ കമ്മീഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് ബോണസ് നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടാവും. സോ think about it. This is a great opportunity. ഈ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് ഒരു കരിയർ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, അതുപോലെ തന്നെ ഒരു മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഐ നോ ഫോർ എ ഫാക്ട് there are multiple people who are looking at to build a career in the stock market. അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് അത്രയും താല്പര്യമായിട്ട് പഠിക്കാൻ അറിയാം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അറിയാം. ഞാനൊരു ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ നമുക്കൊരു എൻക്വയറി വന്നിട്ടുള്ള ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഏജ്ഡ് ആണ്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മാർക്കറ്റ് ഇങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴത്തേനും നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ അങ്ങ് പോയി പോവും ഇൻ കേസ് ഇഫ് യു ആർ ഏർണിംഗ് ദ ഹാർഡ് വേ. ബട്ട് ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. യു ഡോണ്ട് ഹാവ് ടു go through the hard way. You have a path, direction. അത് ഡയറക്റ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കണ്ടന്റ്സും എഡ്യൂക്കേഷണൽ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The choice is yours. Do let me know if you are interested.